ഹലോ മക്കളെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 ആയിട്ട് കുറച്ചുകൂടി പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് പഠിക്കാൻ വേണ്ടി പോവാണ്. യെസ്, ഒന്ന് നോക്കിക്കോളൂ. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് വളരെ പെട്ടെന്ന് നമുക്ക് കിടക്കാം. ഫൈൻഡ് ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഫോർ വിച്ച് ദ റേഞ്ച് വിൽ ബി സെയിം ആസ് ദാറ്റ് ഇൻ കേസ് ഓഫ് തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രി ഫോർ എ ഗിവൺ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ 1-2 തവണ വായിക്കുക, എന്നിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ആൻസർ ചെയ്യുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇത് പ്രൊജക്റ്റൈൽ മോഷൻ്റെ ഭാഗത്തുനിന്ന്, അല്ലേ, പ്രൊജക്റ്റൈൽ മോഷൻ്റെ ഭാഗത്തുനിന്ന് മോഷൻ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്റർ എന്നുള്ള ഒരു പ്രോബ്ലമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പ്രൊജക്റ്റൈൽ മോഷൻ നിങ്ങൾക്ക് അറിയാം, നന്നായിട്ട് അറിയാം. എങ്ങനെയാണ് പ്രൊജക്റ്റൈൽ മോഷൻ? ഇതുപോലെ ഒരു 2 ഡയമെൻഷണൽ മോഷനാണ്. ഇതുപോലെ എന്ത് ചെയ്യുന്നു? പ്രൊജക്റ്റ് ചെയ്തിട്ട് വരുന്നു. അപ്പോൾ അതിന് ഇനീഷ്യലി ഒരു വെലോസിറ്റി ഉണ്ട്. ഫോർ എ ഗിവൺ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? u ആണ്. അതുണ്ടാക്കുന്ന എത്ര ദൂരം എക്സ് ആക്സിൽ മുമ്പോട്ട് പോയി എന്നുള്ളതാണ് എന്ത്? റേഞ്ച്. അപ്പോൾ ഈ ആംഗിളും തന്നിട്ട് എത്രയാണ്? 30 ഡിഗ്രി. നമ്മളുള്ള ചോദ്യം എന്താണ്? ഫൈൻഡ് ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തന്നെയാണ്. അപ്പോൾ 2 ആംഗിളോ? ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കുക. എപ്പോഴാണ് കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഫോർ വിച്ച് റേഞ്ച് വിൽ ബി സെയിം ആസ് ദാറ്റ് ഇൻ തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രി. അപ്പോൾ തീറ്റ 30 ഡിഗ്രി ആകുമ്പോൾ ഒരു റേഞ്ച് ഉണ്ടാവും നമ്മൾ പറഞ്ഞു. ഇതേ റേഞ്ച് കാണിക്കുന്നത് ഏത് ആംഗിളിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴാണെന്ന് അടുത്ത ചോദ്യം. അപ്പോൾ നമുക്ക് സെയിം റേഞ്ച് കിട്ടണമെങ്കിൽ ഇതുപോലെ എന്ത് ചെയ്യണം? അത് പ്രൊജക്റ്റ് ചെയ്ത് വരണം. ഓക്കെ, അപ്പോൾ നോക്ക്, ഈ സമയത്ത് ഈ രണ്ടാമത്തെ ബ്ലാക്ക് കളറിൽ ഞാൻ കാണിച്ചിട്ടുള്ള ഈ പ്രൊജക്റ്റൈലിൻ്റെ ആംഗിൾ വ്യത്യാസമല്ലേ? ആംഗിൾ കുറച്ചുകൂടി കൂടുതലാണ്. അപ്പോൾ ആ ആംഗിൾ എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓർത്ത് വെക്കുക, അറിയുന്ന ആൾക്കാരാണെങ്കിലും അറിയാത്ത ആൾക്കാരാണെങ്കിലും ഒന്നുകൂടി ഓർത്ത് വെക്കുക. സെയിം റേഞ്ച് കാണിക്കുന്നത് ഒരു പ്രൊജക്റ്റൈൽ മോഷൻ സെയിം റേഞ്ച് കാണിക്കുക കോംപ്ലിമെൻ്ററി ആംഗിൾസിനാണ്. സെയിം റേഞ്ച് കാണിക്കുന്ന എപ്പോഴാണ്? കോംപ്ലിമെൻ്ററി ആംഗിൾസിനാണ്. എന്താ കോംപ്ലിമെൻ്ററി ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിഗ്നോമെട്രി പഠിച്ച ആൾക്കാരല്ലേ നിങ്ങൾ? ഇപ്പോൾ തീറ്റ അതുപോലെ തന്നെ 90 മൈനസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? കോംപ്ലിമെൻ്ററി ആംഗിൾസാണ്. ഇപ്പോൾ സപ്പോസ് 30 ഡിഗ്രിയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോംപ്ലിമെൻ്ററി ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണെന്നറിയോ? 60 ഡിഗ്രി. അപ്പോൾ സപ്പോസ് 20 ഡിഗ്രിയാണ് നമ്മുടെ പ്രൊജക്ഷൻ ആംഗിൾ എങ്കിലോ 80 ഡിഗ്രിക്ക് സെയിം റേഞ്ചാണ് കാണിക്കുക. ഇനി സപ്പോസ് ഒരു 40 ഡിഗ്രി ആണെങ്കിലോ, അങ്ങനെ വെച്ചാൽ 50 ഡിഗ്രിക്കായിരിക്കും എന്ത് കാണിക്കുക? കോംപ്ലിമെൻ്ററി ആംഗിൾ അല്ലെങ്കിൽ സെയിം റേഞ്ച് കാണിക്കുക. ദെൻ ഒരു 23 ഡിഗ്രി വന്നു, അങ്ങനെ വെച്ചാൽ 67 ഡിഗ്രിക്ക് എന്തായിരിക്കും? സെയിം റേഞ്ച് ആയിരിക്കും. അപ്പോൾ ഈ ആംഗിളിൻ്റെ ഇതൊരു പെയറായിട്ട് കണ്ടാൽ മതി. ഈ പെയറിന് സെയിം റേഞ്ച് ആയിരിക്കും. ഇത്രയും പെയറിന് എന്തായിരിക്കും? സെയിം റേഞ്ച് ആയിരിക്കും. അപ്പോൾ ഏത് ആംഗിൾ എന്ന് കഴിഞ്ഞാലും അതിൻ്റെ കോംപ്ലിമെൻ്ററി ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? സെയിം റേഞ്ച് കാണിക്കുന്ന വാല്യൂസ് കിട്ടും. ഓക്കെയാണ്, വലിയ കൺഫ്യൂഷനൊന്നുമില്ല. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കത് വെരിഫൈ ചെയ്ത് നോക്കട്ടോ. ഇവിടെ നിങ്ങൾക്ക് തീറ്റയുടെ വാല്യൂ 30 ഡിഗ്രി എടുക്കുന്ന സമയത്ത് റേഞ്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. R1 റേഞ്ച്, ഒന്നാമത്തെ റേഞ്ച് ഞാൻ കണ്ടുപിടിക്കുന്നു. റേഞ്ച് എന്ന് പറയുന്നത് u² sin 2 തീറ്റ ബൈ ജി അല്ലേ? അപ്പോൾ u² sin 2 തീറ്റ എന്ന് പറഞ്ഞാൽ 2 × 30 60 ഡിവൈഡഡ് ബൈ ജി. ഓക്കെ, ഇനി തീറ്റ 60 ഡിഗ്രി ആകുമ്പം റേഞ്ച് ഞാൻ ചെക്ക് ചെയ്യുന്നു. R2 എന്ന് എടുക്കുന്നു തൽക്കാലം. R2 ഈസ് ഈക്വൽ ടു u². R2 ഈസ് ഈക്വൽ ടു u² sin 2 × 60 എന്ന് പറയുമ്പം 120 ഡിവൈഡഡ് ബൈ ജി. ഓക്കെ, അപ്പോൾ നോക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലിറ്ററലി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സൈൻ 60 എന്ന് പറയുന്നത് സൈൻ 120ക്ക് ഈക്വൽ അല്ലേ? അപ്പോൾ R1ഉം R2 എന്താണ് ഇവിടെ? R1ഉം R2ഉം ഈക്വലാണ്, സെയിം റേഞ്ചാണ് കിട്ടുക. അപ്പോൾ ഏത് ആംഗിളിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ എനിക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. നിങ്ങൾ ഡയറക്റ്റായിട്ട് ഈ കോംപ്ലിമെൻ്ററി ആംഗിളിൻ്റെ കേസ് പറഞ്ഞിട്ട് 60 ഡിഗ്രി ആണെന്ന് എഴുതി വെച്ചാൽ മതി. പറ്റുവാണെങ്കിൽ എന്ത് ചെയ്യുക? ഈ ഡയഗ്രം കൂടി വരയ്ക്കാം. പറ്റുവാണെങ്കിൽ ഈ ഡയഗ്രം കൂടി വരച്ചിട്ട് അതങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ്. യെസ്, ഓക്കെ. അടുത്ത പ്രോബ്ലത്തിലേക്ക് കടക്കുന്നു. എ സ്റ്റോൺ ഈസ് ടൈഡ് ടു ദ എൻഡ് of a string 80 centimeter long is whirled in a horizontal circle with constant speed. A question ഉണ്ട്, what is the angle between velocity and acceleration at any instant of motion? ബി പാർട്ട് വരുന്നത്, ഇഫ് ദ സ്റ്റോൺ മേക്ക് 14 revolution in 25 seconds, what is the magnitude of acceleration of the stone? നോക്കി, ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആട്ടോ. ഇത് 2018 മാർച്ച് എന്ന് വെച്ചാൽ ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. എന്ന് വെച്ചാൽ യൂണിഫോം സർക്കുലാർ മോഷൻ്റെ ഭാഗത്ത് മോഷൻ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഓക്കെ, യെസ്, നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. നോക്കി, ഇവിടെ നമ്മൾ ആദ്യമായി ചിത്രം ഒന്ന് വരച്ചുണ്ടാക്കാം. നോക്ക്, നമ്മുടെ കയ്യിലൊരു സ്റ്റോൺ ഉണ്ട്. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഒരു സ്റ്റോൺ ഉണ്ട്. ആ സ്റ്റോണിൻ്റെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത്, അത് കെട്ടിയിട്ടുള്ള സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് എത്രയാണ്? 0.8 മീറ്ററാണ്. അതെന്ത് ചെയ്യുന്നടാ? അത് അവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു അല്ലേ? അത് അവിടെ നിന്ന്
ഹൊറിസോണ്ടലായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിതാ ഒരു സർക്കുലാർ പാത്തിൽ ഇതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കും. അപ്പം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സെൻറ്ററിൽ ദൂരം, അതിൻ്റെ സെൻറ്ററിലേക്കുള്ള റേഡിയസ് എന്ന് പറയുന്നത് ഇതാണ്. ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്താണ് എന്ത്, അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, സർക്കുലാർ പാത്ത് നമ്മൾ കാണിക്കുന്നു. ഈ സ്ട്രിങ്ങിൻ്റെ ഡിസ്റ്റൻസ് ആണെന്ത്, സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ആണെന്ത്, ഇതിൻ്റെ റേഡിയസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനിലാണെന്ന് വിചാരിച്ചോളൂ. ഹൊറിസോണ്ടലായിട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണ് ഈ ഒരു ഡയറക്ഷനിൽ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ആംഗിൾ ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ. നോക്കിയേ, ഇങ്ങനൊരു യൂണിഫോം സർക്കുലാർ മോഷനകത്ത് സെൻറ്ററിലേക്കല്ലേ, ടുവേർഡ്സ് സെൻറ്ററാണ് എന്തുണ്ടാവുക, ആക്സിലറേഷൻ ഉണ്ടാവുക. ഇതിൻ്റെ വെലോസിറ്റി വെക്ടർ കിട്ടാൻ എന്ത് ചെയ്താൽ മതി, നമ്മൾ എന്ത് ചെയ്യണം, ടാൻജൻറ്റ് വരയ്ക്കണം. ഇവിടെ ഒരു ടാൻജൻറ്റ് വരച്ചു. യെസ്, ടാൻജൻറ്റ് വരച്ചാൽ എന്തായിരിക്കും, വെലോസിറ്റി വെക്ടർ ആയിരിക്കും. ടാൻജൻറ്റ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതെന്ത് ചെയ്യണം, നമ്മൾ ഒരു ഡയറക്ഷനിൽ തന്നെ വരയ്ക്കട്ടോ, പെർപെൻഡിക്കുലറായിട്ട് വരച്ചാൽ മതി. അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക, അവിടെ പെർപെൻഡിക്കുലറായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് നമ്മളുടെ ആംഗിൾ എത്രയാണ്, 90. വെലോസിറ്റിയും ആക്സിലറേഷനും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്, ഇവിടെ 90 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടി 90 ഡിഗ്രി. ഒരു മാർക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ബി പാർട്ട് നോക്കിക്കോളൂ. ഇഫ് ദ സ്റ്റോൺ മേക്ക് 14 റെവല്യൂഷൻ ഇൻ 25 സെക്കൻഡ്, 14 റെവല്യൂഷൻ 25 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ആക്സിലറേഷൻ്റെ പേര് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ് ആക്സിലറേഷൻ്റെ പേര്? ആക്സിലറേഷൻ്റെ പേര് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. ഇതിന് ഇക്വേഷൻ ഉണ്ട്, v²/r എന്ന് പറയുന്ന ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ω² എന്ന് r എന്ന് പറയുന്ന ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ v ഒമേഗ എന്ന് പറയുന്ന ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ 3 ഇക്വേഷനായിരിക്കും നിങ്ങൾ ആർക്ക് പഠിച്ചിട്ടുള്ളത്, നമ്മുടെ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ പഠിച്ചിട്ടുണ്ടാവുക. ഇതിലേത് യൂസ് ചെയ്യും എന്നുള്ളതാണ് അടുത്തത്. അപ്പോൾ നമുക്ക് ഗിവൺ ഡാറ്റാസൊക്കെ നോക്കാം. ഇവിടെ തന്നിട്ടുണ്ട് ആറിൻ്റെ വാല്യൂ 0.8 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ 80 സെൻറ്റിമീറ്റർ അല്ലേ, അപ്പോൾ 0.8 മീറ്റർ. പിന്നെ എന്ത് തന്നിട്ടുണ്ട്, വി തന്നിട്ടില്ല, കോൺസ്റ്റൻറ്റ് സ്പീഡാന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ വി തന്നിട്ടില്ല, ഒമേഗ തന്നിട്ടില്ല, ഇത് രണ്ടും തന്നിട്ടില്ല. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് ഒമേഗ കണ്ടുപിടിക്കും. സർക്കുലാർ മോഷനിൽ ഒമേഗ എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ, ഒമേഗ കോൺസ്റ്റൻ്റ് ആയിരിക്കും സർക്കുലാർ മോഷനിൽ. അപ്പോൾ ഒമേഗ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. എന്താ ഒമേഗയുടെ ഇക്വേഷൻ? ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π / ടൈമാണ്. 2π/ടൈം, ടൈം പീരീഡ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ നോക്ക്, ടൈം പീരീഡ് എന്താണ് അതാദ്യം അറിയണ്ടേ. ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ നമ്മൾ അതിൽ ഇക്വേഷൻ ഉണ്ട്, ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ, ആകെ സമയം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റെവല്യൂഷൻ. ആകെ സമയം ഡിവൈഡഡ് ബൈ എത്ര റെവല്യൂഷൻ നടന്നു. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും, ഒരു റെവല്യൂഷൻ്റെ സമയം കിട്ടും. അതാണ് ടൈം പീരീഡ്. അപ്പോൾ ടൈം പീരീഡ് ഞാൻ നോക്കുമ്പോൾ ആകെ സമയം 25 സെക്കൻഡാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആകെ ടൈം എത്രയാണ്, 25 സെക്കൻഡ്. എത്ര റെവല്യൂഷനാണ്, 14 റെവല്യൂഷൻ. അപ്പോൾ 25 / 14 അതാണെന്ത്, നമ്മുടെ ടൈം പീരീഡിൻ്റെ ഇക്വേഷനായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടി, ഒമേഗ കിട്ടി. അതിൽ നിന്ന് ഒമേഗ ഉണ്ടാക്കാലോ. ഒമേഗ ഈസ് ഈക്വൽ ടു 2π / ടൈം പീരീഡിൻ്റെ സ്ഥാനത്ത് 25 / 14. പൈയുടെ വാല്യൂ നിങ്ങൾ 22/7 എടുക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒമേഗയുടെ വാല്യൂ എത്രയായിരിക്കും അറിയോ, 3.52 rad/second എന്നായിരിക്കും. യെസ്, ഒമേഗ കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ കാണാൻ AC ഈസ് ഈക്വൽ ടു ω²r, AC ഈസ് ഈക്വൽ ടു ω²r എന്ന് പറയുന്ന ഈ ഇക്വേഷൻ ഞാൻ ചൂസ് ചെയ്തു. ഓക്കെ അല്ലേ? യെസ്, അപ്പോൾ ω²r. അപ്പോൾ ഒമേഗയുടെ വാല്യൂ 3.52 2 ഇൻറ്റു ആറിൻ്റെ വാല്യൂ 0.8. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക, സ്ക്വയർ എടുക്കുന്നു, 0.8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9.92 rad/second². ഓക്കെ, പ്രോബ്ലം രണ്ടാമത്തെ പ്രോബ്ലം ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഈ ഒരു പ്രോബ്ലം സിമ്പിളാണ്. അപ്പോൾ വിത്ത് ഡയഗ്രാം നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രോബ്ലത്തിലേക്ക് കടക്കാം. ദ ആംഗിൾ ബിറ്റ്വീൻ I+J, രണ്ട് ഓർത്തോഗണൽ വെക്ടേഴ്സാണ്, I+J ആൻഡ് B ഈക്വൽ ടു I-J. I+J എന്ന് പറഞ്ഞൊരു വെക്ടർ ഉണ്ട്, B എന്ന് പറയുന്നത് I-J എന്ന് പറഞ്ഞ വെക്ടറാണ്. ഇവർക്കിടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള കാര്യം എടുത്ത് എഴുതാം. വെക്ടർ A ഈസ് ഈക്വൽ ടു എന്താണ്, I+J. വെക്ടർ B ഈസ് ഈക്വൽ ടു I-J. ഇവിടെ നോക്കി, ഈ I+J എന്ന് പറയുമ്പോൾ 1i + 1j ആണ്, അതുപോലെ 1i - 1j ആണ്. നമുക്ക് ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കണം. പക്ഷേ ഇവിടെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല, ഈക്വൽ ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല.
ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് അങ്ങ് എടുക്കുന്നു, എ ഡോട്ട് ബി എടുക്കുന്നു. എന്താ എ ഡോട്ട് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി കോസ് തീറ്റയാണ്. അപ്പോൾ കോസ് തീറ്റ എന്ന് പറയുന്നത്, തീറ്റ എന്താണ്, തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. യെസ്. അപ്പോൾ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എന്താ വരിക, എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ എ ബി അല്ലേ. അപ്പോൾ എ ഡോട്ട് ബി കണ്ടുപിടിക്കണം. എങ്ങനെ എ ഡോട്ട് ബി കണ്ടുപിടിക്കാം? എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐ ക്യാപ്പ് ഇൻറ്റു, അല്ലെങ്കിൽ എക്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഐ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്ടർ അല്ല, ഐ ക്യാപ്പിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഐ ക്യാപ്പിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ എന്ത് ചെയ്യാം, ഈ വണ്ണിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം 1 പ്ലസ് 1 അടുത്ത എന്താണ്, ഇനി ജെ ക്യാപ്പിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ജെ ക്യാപ്പിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ആദ്യം ഐ ക്യാപ്പിൻ്റെ മാഗ്നിറ്റ്യൂഡ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 1 ഇൻറ്റു 1 എന്ന് എഴുതി. ഇനി അടുത്ത എന്താണ്, ജെ ക്യാപ്പിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ ജെ ക്യാപ്പിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പ്ലസ് അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യണം, പ്ലസ് ഇടണം. പ്ലസ് 1 ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ എന്താ വരുന്ന ആൻസർ, അഗെയിൻ -1. അപ്പോൾ 1 -1 എന്ന് വന്നു. ആൻസർ എത്രയാണ്, 0. അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി, 0 എന്ന് കിട്ടി. അപ്പോൾ കോസ് തീറ്റ ഈസ് ഈക്വൽ, ഇനി കൂടുതൽ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്, 0. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 0 എന്ന് വെച്ചാൽ 90 ഡിഗ്രി. അപ്പോൾ ഇവർക്കിടയിലുള്ള ആംഗിൾ എത്രയാണ്, 90 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്യണേ. 2 മാർക്കിൻ്റെ ചോദ്യമായിരിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. ചിലപ്പോൾ ഇത് ഓപ്ഷനായിട്ട് അല്ലെങ്കിൽ 1 മാർക്കിന് ചോദിക്കാറുണ്ട്. 1 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഇതാ ഈ ഒരു ആൻസർ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് പഠിച്ചു വെക്കുക, അതങ്ങ് എഴുതിയാൽ മതി. 2 മാർക്സിനാണ് ചോദിക്കുന്നതെങ്കിൽ ഇതുപോലെ എന്ത് ചെയ്യണം. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നോക്കി, ഒരു അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യനാണ്. ഇതൊക്കെ നിങ്ങൾ എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇപ്പം കാണുന്നത്. മുമ്പ് 2014 മാർച്ചിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അത് എന്ന് വെച്ചാൽ ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് 2014. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനി പ്രതീക്ഷിക്കാം കേട്ടോ. സോ അസേഷൻ റീസണിൽ ചോദിച്ചിട്ടുള്ളതാണ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. പറയാം, ആദ്യം അസേഷൻ വായിക്കാം. ദ റേഞ്ച് ഓഫ് പ്രൊജക്ടൈൽ റിമെയിൻസ് സെയിം ഫോർ ആംഗിൾ 30 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി. 30 ഡിഗ്രിക്കും 60 ഡിഗ്രിക്കും സെയിം റേഞ്ചാണ് എന്നല്ലേ പറഞ്ഞത്. റേഞ്ച് ഓഫ് പ്രൊജക്ടൈൽ റേഞ്ച് സെയിം ആണ്. അപ്പോൾ ശരിയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ശരിയാണ്, അസേഷൻ ശരിയാണ്. റീസൺ വായിച്ചു നോക്കിക്കോളും. ദ റേഞ്ച് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. തെറ്റല്ലേ. റേഞ്ചിൻ്റെ ഇക്വേഷനിൽ എന്താ വരുന്നത്, റേഞ്ചിൻ്റെ ഇക്വേഷൻ u² sin 2θ/g. അപ്പോൾ തീറ്റയുടെ വാല്യൂ മാറുന്ന സമയത്ത് റേഞ്ച് എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. അപ്പോൾ അസേഷൻ ഓക്കെയാണ്, പക്ഷേ റീസൺ എന്താണ്, തെറ്റാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, അസേഷൻ ഈസ് കറക്റ്റ്, റീസൺ ആർ റോങ്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് വന്നിട്ട് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ എന്നുള്ളൊരു ചോദ്യമാണ് ഇത് കിടക്കുന്നത്. എ ബാറ്റ്സ്മാൻ ഹിറ്റ് ബാക്ക് എ ബോൾ സ്ട്രെയിറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ബോളർ വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ഇനീഷ്യൽ സ്പീഡ് ഓഫ് 12 meter per second. The mass of ball is 0.15 kg. Determine the impulse imparted on the ball. ഓക്കെ, വളരെ സിമ്പിളാണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇമ്പൾസാണ് കാണാൻ പറഞ്ഞത്. ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താടാ, ചേഞ്ച് ഇൻ മൊമെൻറ്റമാണ് ഇമ്പൾസ്. ഇനി നോക്കിയേ, ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെൻ്റ് അല്ലേ. ചേഞ്ച് ഇൻ മൊമെൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫൈനൽ മൊമെൻറ്റം അല്ലേ. ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം. അപ്പോൾ അത് ചെയ്താൽ മതി. ആദ്യം നമുക്ക് ഫൈനൽ മൊമെൻറ്റം കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ആ ഡയഗ്രം ഒന്ന് വരച്ച് നോക്കാം അല്ലേ. ഇവിടെ ശരിക്കും എന്താ പറയുന്നത്, ഒരു ബാറ്റുണ്ട്, ഒരു ബാറ്റ്സ്മാൻ ഉണ്ട്, ഒരു ബാറ്റും പിടിച്ച ഒരാൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതിലേക്കൊരു ബോൾ, ഇതാ അവിടെ നിന്ന് ഒരു ബോൾ ഇങ്ങനെ വരുന്നുണ്ട്. അയാളത് ഇടിച്ച് തെറിപ്പിച്ചു. അപ്പോൾ തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു. അപ്പോൾ നോക്കിയേ, ഇവിടെ നമ്മൾ 2 ഡയറക്ഷനിൽ ബോൾ ഇങ്ങോട്ട് വരുന്നു, അതേപോലെ തിരിച്ചു പോകുന്നു. അപ്പം ലെഫ്റ്റ് സൈഡിലേക്ക് ബോൾ വരുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി നിങ്ങൾ -12 meter per second എന്ന് എടുക്കുക. എപ്പോഴും ലെഫ്റ്റിലേക്കുള്ള നെഗറ്റീവ് എടുത്താൽ റൈറ്റിലേക്കുള്ളത് പോസിറ്റീവ് എടുക്കാം. ഇനിയിപ്പോൾ തിരിച്ചാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, പ്രശ്നമൊന്നുമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ലെഫ്റ്റിലേക്കുള്ളത് നെഗറ്റീവ് കൊടുത്തു, റൈറ്റിലേക്കുള്ളത് +12 meter per second. വെലോസിറ്റി പോസിറ്റീവും നെഗറ്റീവും ഒക്കെ കൊടുക്കണമല്ലോ. എങ്ങനെ മനസ്സിലായി +12 ആണെന്നുള്ളത്? ഇവിടെ പറയുന്നുണ്ട് ക്വസ്റ്റിനകത്ത് എന്ത്, ഡയറക്ഷനിൽ ബാറ്റ്സ്മാൻ ഹിറ്റ് ബാക്ക് ബോൾ സ്ട്രെയിറ്റ് ഇൻ ദ ഡയറക്ഷൻ, അതേ ഡയറക്ഷനിൽ തന്നെ വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ഇനീഷ്യൽ സ്പീഡ് ചേഞ്ച് ചെയ്യാത്ത രീതിയിലാണ് അയാൾ എന്ത് ചെയ്യുന്നത്, അടിക്കുന്നത്. അപ്പോൾ ഇനീഷ്യൽ സ്പീഡ് 12 meter per second ആണ്. അതിന് ഞാൻ -12 എന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു പോകുന്നതായിരിക്കും +12 ആയിരിക്കും. ഓക്കെ, അപ്പോൾ സ്പീഡിനെ ഇവിടെ വെലോസിറ്റി ആയിട്ട് കൺസിഡർ ചെയ്തു. ഓക്കെ, മൊമെൻറ്റം ആകുമ്പം വെക്ടർ ആണല്ലോ, അപ്പോൾ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, വെലോസിറ്റിയുടെ ടേമിൽ എടുക്കണം. അതുകൊണ്ടാണ് പ്ലസും മൈനസും കൊടുത്തത് കേട്ടോ.
യെസ്. ഇനി മാസ് ഓഫ് ബോൾ പറഞ്ഞിട്ടുണ്ട് 0.15 kg. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഫൈനൽ മൊമെൻറ്റം പി എഫ് കാണാം. ഫൈനൽ മൊമെൻറ്റം പി എഫ് എന്ന് പറയുമ്പോൾ മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ, മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി. അപ്പം മാസ് എത്രയാണ്, 0.15 ഇൻറ്റു ഫൈനൽ വെലോസിറ്റി എത്രയാടാ, +12. ഓക്കെ, +12. 0.15 ഇൻറ്റു 12 എന്ന് വന്നു. യെസ്, എന്ന് വെച്ചാൽ 1.8 അല്ലേ, 1.8 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് വന്നു. ഇതിനടുത്ത് എന്താണ്, ഇനീഷ്യൽ മൊമെൻറ്റം എന്ന് പറയുന്നത് 0.15 മാസ് മാറിയിട്ടില്ല ഇൻറ്റു ഇങ്ങോട്ട് വരുന്നത് ഇനീഷ്യൽ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ആദ്യത്തെ കേട്ടോ. അപ്പോൾ -12 അല്ലേ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്, -1.8 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നേ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 1.8 ഇക്വേഷനിലുള്ള മൈനസ് അതുപോലെ ഇട്ടു. ഇനി എന്തുണ്ട്, നമ്മുടെ ഇവിടെ ഒരു മൈനസ് എക്സ്ട്രാ ഇല്ലേ, ഇവിടെ ഒരു മൈനസ്, നമ്മുടെ രണ്ടാമത്തെ പി ഐയിൽ വേറൊരു മൈനസ് ഇല്ലേ, അപ്പോൾ ആ മൈനസും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കൺസിഡർ ചെയ്യണം. ആ മൈനസിന് എക്സ്ട്രാ ഇട്ടു, -1.8. ഇപ്പോൾ രണ്ടും കൂടി ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും, ഇമ്പൾസ് ഐ ഈസ് ഈക്വൽ ടു 1.8 മൈനസ് 1.8, അപ്പോൾ പ്ലസ് ആവും അല്ലേ. 1.8 + 1.8 എത്രയാണ്, 3.6. ഇമ്പൾസിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ്. കഴിഞ്ഞു. വളരെ സിമ്പിളാണ്. ഓക്കെ, 2 മാർക്കിൻ്റെ ചോദ്യമാണ്. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എ മാൻ ഓഫ് 70 kg സ്റ്റാൻഡ് ഓൺ എ വെയിങ് സ്കെയിൽ ഇൻ എ ലിഫ്റ്റ് വിച്ച് ഈസ് മൂവിങ്. ഓക്കെ, ഒരു ലിഫ്റ്റ് ഉണ്ട്. നമുക്ക് ആ ഡയഗ്രാം ഒന്ന് ആദ്യം പറഞ്ഞിട്ട് പോകാം കേട്ടോ. ഒരു ലിഫ്റ്റ് ഉണ്ട്. ഒരു ലിഫ്റ്റിനകത്ത് ഒരാളിങ്ങനെ നിൽക്കുന്നു. ഓക്കെ, ലിഫ്റ്റിനകത്ത് ഒരാൾ നിൽക്കുന്നുണ്ട്. അയാളുടെ മാസ് എത്രയാണ്, 70 kg. ഒരാൾ നിൽക്കുന്നുണ്ട്, അയാളുടെ മാസ് എന്ന് പറയുന്നത് 70 kg. അപ്പോൾ താഴേക്ക് അയാൾക്കൊരു വെയിറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നു വെച്ചാൽ 70 g ആയിരിക്കും എന്ത്, അയാളുടെ വെയിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, വെയിങ് സ്കെയിലിൻ്റെ മുകളിലല്ലേ നിൽക്കുന്നത്. അപ്പോൾ വെയിങ് സ്കെയിലിൻ്റെ മുകളിലേക്ക് എന്തുണ്ടാവും, ഒരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവും, R = എന്തായിരിക്കും, 70 g തന്നെയായിരിക്കും, ബാലൻസ് ചെയ്യുന്ന രീതിയിൽ. യെസ്. ഇനി അതിൽ എ ക്വസ്റ്റ്യൻ എന്താണ്, ആ ലിഫ്റ്റ് എ പാർട്ട് നോക്കണേ. എ പാർട്ട്, ആ ലിഫ്റ്റ് കോൺസ്റ്റൻറ്റ് സ്പീഡിൽ മൂവ് ചെയ്യുന്നു മുകളിലേക്ക് അല്ലേ, കോൺസ്റ്റൻറ്റ് സ്പീഡിൽ മുകളിലേക്ക് മൂവ് ചെയ്യുന്നു. അങ്ങനെ കോൺസ്റ്റൻറ്റ് സ്പീഡിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ആക്സിലറേഷൻ എന്താണ്, 0 ആണ്. അപ്പോൾ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന റിയാക്ഷൻ ഫോഴ്സ് എന്ന് വെച്ചാൽ അതിനാളുടെ വെയിറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന എത്രയായിരിക്കും എന്നറിയോ, അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന വെയിറ്റ് എന്ന് പറയുന്നത് mg തന്നെയായിരിക്കും. എന്ന് വെച്ചാൽ 70 ഇൻറ്റു ജിയുടെ വാല്യൂ നിങ്ങളോട് 10 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ജിയുടെ വാല്യൂ 10 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 70 ഇൻറ്റു 10 700 ന്യൂട്ടൺ ആയിരിക്കും കോൺസ്റ്റൻറ്റ് സ്പീഡിൽ പോകുന്ന സമയത്ത്. ഇനിയിപ്പോൾ കോൺസ്റ്റൻറ്റ് സ്പീഡിൽ താഴേക്കാണെങ്കിലും ആക്സലറേഷൻ എന്ത് തന്നെയാണ്, 0 തന്നെയാണ്. അപ്പോഴും എന്ത് തന്നെയാണ് കിട്ടുക, റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് 700 ന്യൂട്ടൺ തന്നെയാണ് കിട്ടുക. ഓക്കെ, ബി, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക്. ബി പാർട്ട്, ഡൗൺവാർഡ് താഴേക്ക് വരുന്നു, യൂണിഫോം ആക്സിലറേഷനിലാണ്. അപ്പോൾ യൂണിഫോം ആക്സിലറേഷൻ എന്ത് ചെയ്യുന്നു, താഴേക്ക് വരുന്നു. ആക്സിലറേഷൻ എത്രയാണ്, 5. ഓക്കെ, 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷനിൽ എന്ത് ചെയ്യുന്നുണ്ടടാ, 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷനിൽ താഴേക്ക് വരുന്നു. അപ്പോൾ ആക്സിലറേഷൻ്റെ വാല്യൂ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, യൂണിഫോം ആക്സിലറേഷൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമുക്ക് റിയാക്ഷൻ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഉണ്ട്, ലിഫ്റ്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന റിയാക്ഷൻ ഫോഴ്സിൻ്റെ ഇക്വേഷൻ R = m ഇൻറ്റു g - a. താഴേക്ക് വരുന്ന സമയത്ത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ എന്ത് ചെയ്യും, എഫക്റ്റീവ് ആക്സിലറേഷൻ എന്ത് ചെയ്യും, കുറയും. യെസ്. അപ്പം ഇവിടെ m എത്രയാണ്, 70 അല്ലേ, 70 ഇൻറ്റു 10 - 5 എന്ന് വെച്ചാൽ 70 ഇൻറ്റു 5 എന്ന് പറയുമ്പം 350 ന്യൂട്ടൺ ആണ് അയാൾക്ക് എന്ത് ചെയ്യുന്നത്, അവിടെ വെയിറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. യെസ്, വെയിങ് സ്കെയിലിൻ്റെ മുകളിൽ കിട്ടുന്ന റീഡിങ്. അടുത്തത് സി പാർട്ട്, അപ്വാർഡ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ 5. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ നിങ്ങളുടെ പ്രോബ്ലം വരുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. യെസ്, അടുത്ത എന്താണ്, A = 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നെയാണ്, പക്ഷേ എങ്ങോട്ടാണ്, മുകളിലേക്ക്. അപ്പോൾ R = എന്താണ്, റിയാക്ഷൻ ഫോഴ്സ്. ലിഫ്റ്റ് മുകളിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് m ഇൻറ്റു g + a ആണ്. അപ്പോൾ 70 ഇൻറ്റു 10 + 5 എന്ന് വെച്ചാൽ എത്ര വരും, 1000 അല്ല, 10 + 5 15, 15 ഇൻറ്റു 70 1050 ന്യൂട്ടൺ എന്ന് വരും. ക്ലിയർ അല്ലേ. ഇനി നോക്ക് അടുത്ത് ഡി പാർട്ട് എന്താ ചോദിച്ചിട്ടുള്ളത്, അയാൾ വാട്ട് വുഡ് ബി ദ റീഡിങ് ഇഫ് ദ ലിഫ്റ്റ് മെക്കാനിസം ഫെയിൽഡ് ആൻഡ് ഇറ്റ് ഫോൾ ഡൗൺ ഫ്രീലി. ഫ്രീ ഫോൾ ചെയ്യുന്ന സമയത്ത് ആ ലിഫ്റ്റിൻ്റെ ആക്സിലറേഷൻ അല്ലെങ്കിൽ താഴേക്ക് വരുന്ന ആക്സിലറേഷൻ എത്രയാണ്, g ആയിരിക്കും. അപ്പോൾ R = m ഇൻറ്റു g - g
അല്ലേ, താഴേക്കല്ലേ വരുന്നത്, ഫ്രീ ഫോൾ ചെയ്യാന്ന് പറയുന്നത് താഴേക്കല്ലേ. അപ്പോൾ താഴേക്ക് വരുന്ന സമയത്ത് നമ്മളിതാ ഈ കേസ് പോലെ ബി കേസ് പോലെ ഉണ്ടാവും, ബിയുടെ പോലെ ഉണ്ടാവും. അപ്പം A=G കൊടുക്കുമ്പം എയുടെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി, ഇതാ എയുടെ സ്ഥാനത്ത് ജി എന്നുള്ള വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ആയി. G - G എന്താടാ, 0 അല്ലേ. അപ്പോൾ R= എന്ത് കിട്ടി, 0 ന്യൂട്ടൺ എന്ന് കിട്ടി. മെയിൻ സ്കെയിലിൻ്റെ മുകളിൽ റീഡിങ് കാണൂല. ഓക്കെ അല്ലേ. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ മെഷീൻ ഗൺ ഫയർ ബുള്ളറ്റ് ഓഫ് 40 ഗ്രാം. മെഷീൻ ഗണ്ണിൽ നിന്ന് ബുള്ളറ്റ് ഫയർ ചെയ്യുന്നുണ്ട്. ഒരു ബുള്ളറ്റിൻ്റെ മാസ് എത്രയാണ്, 40 ഗ്രാം ആണെന്ന് പറയുന്നത്. അതിൻ്റെ സ്പീഡ് 1200 മീറ്റർ പെർ സെക്കൻഡ്. ദ പേഴ്സൺ ക്യാൻ ഹോൾഡ് ദ ഗൺ വിത്ത് മാക്സിമം ഫോഴ്സ് ഓഫ് 144 ന്യൂട്ടൺ. വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് ബുള്ളറ്റ് ദാറ്റ് ക്യാൻ ബി ഫയർഡ് പെർ സെക്കൻഡ് ഫ്രം ദ ഗൺ. ഓക്കെ, അപ്പോൾ ഈ കേസ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഇവിടെ പറയുന്നത് ഒരു ഗണ്ണുണ്ട്, ഒരു മെഷീൻ ഗണ്ണുണ്ട്. ആ ഗണ്ണിൽ ബുള്ളറ്റ് ഉണ്ട്. ഓക്കെ, അത് ബുള്ളറ്റ് ഉണ്ടാവുന്ന സമയത്ത് അതിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് എത്രയാണ്, അതിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് എത്രയാണ്, മൊമെൻറ്റം =0 ആണ്. ഇനി ആ ഗണ്ണ് ഫയർ ചെയ്യുന്ന സമയത്ത് അതിന് പുറത്തേക്ക് ബുള്ളറ്റ് വന്നു അല്ലേ. ഗണ്ണ് ഫയർ ചെയ്യുന്ന സമയത്ത് പോകുന്ന സ്പീഡ് 1200 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 40 ഗ്രാം ആണ് ബുള്ളറ്റിൻ്റെ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ മൊമെൻറ്റം എന്ന് പറയുന്നത് 40 ഗ്രാം, മൊമെൻറ്റം മാസിൻ്റെ വെലോസിറ്റി അല്ലേ. അപ്പം 40 ഗ്രാം എന്ന് പറയുമ്പം 0.04 kg അല്ലേ, 0.04 kg ഇൻറ്റു വെലോസിറ്റി 1200. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് 48 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടുന്നു. യെസ്, നമ്മളോട് അവിടെ അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഗണ്ണ് ഒരാൾ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഹോൾഡ് ചെയ്യുന്ന സമയത്ത് അയാൾ കൊടുത്തിട്ടുള്ള ഫോഴ്സാണ് എന്ത്, 144 ന്യൂട്ടൺ. ഇത്രയാണ് നമ്മുടെ പിക്ചറിൽ അല്ലെങ്കിൽ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന പിക്ചർ. യെസ്, കുഴപ്പമൊന്നുമില്ല. നമ്മളുള്ള ചോദ്യം എത്ര ബുള്ളറ്റാണ് അയാൾക്ക് ഒരു സെക്കൻഡിൽ ഫയർ ചെയ്യാൻ പറ്റുക. സിമ്പിളാണ്, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പറയുന്നു. എന്താണ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പറയുന്നത്? ഫോഴ്സ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻ്റ് ആണ് അല്ലേ. F=dp/dt. ഇവിടെ നിങ്ങൾക്ക് dt എന്തെടുക്കാം, 1 എന്ന് എടുക്കാം. കാരണം പെർ സെക്കൻഡ് ആണ്. അപ്പോൾ dt 1 ആണ്. അപ്പോൾ F എന്താണ്, dp ആണ്. അപ്പോൾ ഇവിടെ ചേഞ്ച് ഇൻ മൊമെൻറ്റം. ഓക്കെ, ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത് ഫൈനൽ മൊമെൻറ്റം എന്ന് പറയും. ഇതാണ് ഫൈനൽ മൊമെൻറ്റം, ഇതാണ് ഫൈനൽ മൊമെൻറ്റം, ഇതാണ് ഇനീഷ്യൽ മൊമെൻറ്റം. ചേഞ്ച് ഇൻ മൊമെൻറ്റം നിങ്ങൾക്ക് PF - PI എടുക്കാം. എന്ന് വെച്ചാൽ 48 - 0 അല്ലേ. 48 കിട്ടിയിട്ടുണ്ട്, 0 കിട്ടിയിട്ടുണ്ട്. 48 - 0 എന്ന് പറയുമ്പോൾ 48 ആണ് എന്ത്, dp എന്ന് പറയണത്. യെസ്, അപ്പോൾ നോക്കി ഇവിടെ ഓക്കെ, ഇത് നമുക്ക് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പ്രകാരം ഇങ്ങനെ പറഞ്ഞു വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പ്രകാരം കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം dp വരെ കണ്ടുപിടിക്കാം, സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. എന്നിട്ട് ഫോഴ്സിലേക്ക് വന്നാൽ മതിയേ. ഇവിടെ വേറെ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഫോഴ്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 144 ന്യൂട്ടൺ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ dp സെപ്പറേറ്റ് ആയിട്ട് കാണുന്നു. dp എത്രയാണ്, PF -48 - 0 എന്ന് പറയുമ്പോൾ 48 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മുടെ dp എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത്. നോക്കി, ഇത് രണ്ടും ഈക്വൽ ആണോ നിങ്ങൾ നോക്കിയിട്ട് പറ. ഇവിടെ 144 ഉണ്ട്, ഇവിടെ 48 ഉണ്ട്. ഇത് രണ്ടും ഈക്വൽ ആണോ? അല്ല. അപ്പോൾ അത് ഈക്വൽ ആവണമെങ്കിൽ നോക്ക്, ഇവിടെ നമുക്ക് ഒരു ഫാക്ടർ കൊണ്ട് ഇതിനൊരു ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഒരു ബുള്ളറ്റിൻ്റെ, അപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്ന മൊമെൻ്റ് എന്താ സംഭവം എന്നറിയോ, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ വന്നതെന്നറിയോ? നമ്മൾ കാണുന്നത് ഒരു ബുള്ളറ്റിൻ്റെയാണ്. ഇപ്പം നമ്മൾ കണ്ടിരിക്കുന്ന മൊമെൻ്റ് ആരതാണ്, ഒരു ബുള്ളറ്റിൻ്റെ, സിംഗിൾ ബുള്ളറ്റിൻ്റെയാണ്. നമ്മളോട് ചോദ്യം എന്താണ്, ഇതുപോലെ n ബുള്ളറ്റ്സ് എന്ത് ചെയ്യാം, നമുക്ക് ഫയർ ചെയ്യാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ടോട്ടൽ ഫോഴ്സ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ അയാൾ അവിടെ കൊടുത്തിരിക്കുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് n ഇൻറ്റു ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പറയൂ, n = എന്താണ്, n = F/dp ആയിരിക്കും. എഫിൻ്റെ വാല്യൂ 144 അല്ലേ. എഫിൻ്റെ വാല്യൂ 144 ഡിവൈഡഡ് ബൈ dpയുടെ വാല്യൂ 48 വിച്ച് ഈസ് ഈക്വൽ ടു 3. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഓക്കെ, യെസ്, കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 3 ബുള്ളറ്റ്സ് ആണ് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഒരു സെക്കൻഡിനകത്ത് ഫയർ ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓർത്താൽ മതി. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ, an elevator carrying a maximum load of 1800 kilogram is moving up with constant speed 2 meter per second. The frictional force opposing the motion is 4000 Newton. Determine the minimum power delivered by the motor to the elevator. ഇപ്പോൾ ഇത് വർക്ക് എനർജി പവർ എന്ന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. ഇതും പ്രീവിയസ് ഇയർ ആണ്. ഇതൊരു വർഷം ചോദിച്ചിട്ടുണ്ട്, വർഷം ഞാൻ മറന്നു പോയിട്ടുണ്ട്. ഇതൊരു വർഷം ചോദിച്ചിട്ട് ക്വസ്റ്റൻ ആണ്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്, ഒരു എലിവേറ്റർ ഉണ്ട്. എലിവേറ്റർ എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ്, ഒരു ലിഫ്റ്റ് ഉണ്ട്. ആ ലിഫ്റ്റ് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ലോഡുണ്ട്. ആ ലിഫ്റ്റിനകത്ത് എന്തുണ്ട്? ഒരു ലോഡുണ്ട്. ആ ലോഡ് എത്രയാണ്? 1800 kg. അപ്പോൾ അത് താഴേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? mg എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ട്. mg എന്ന് പറയുന്നൊരു ഫോഴ്സ് താഴേക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ ആ ജിയുടെ വാല്യൂ 10 ആയിട്ട് എടുക്കാം അല്ലേ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ 1800 ഇൻറ്റു ജിയുടെ വാല്യൂ 10 എടുക്കുമ്പോൾ ഇൻറ്റു 10 എന്ന് വെച്ചാൽ 18,000 ന്യൂട്ടൺ ആണ് ആ ലോഡ് എന്ത് ചെയ്യുന്നത്? താഴേക്ക് കൊടുക്കുന്ന ഫോഴ്സ്. ഇനി ഈ ലിഫ്റ്റ് മുകളിലേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്യുക. യെസ്, അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ലിഫ്റ്റ് മുകളിലേക്ക് ഫോഴ്സ്, അപ്ലൈഡ് ഫോഴ്സ് മുകളിലേക്കുണ്ട്. അപ്പോൾ അതിനെ ഓപ്പോസ് ചെയ്തുകൊണ്ട് ആരുണ്ടാവും? അപ്ലൈഡ് ഫോഴ്സിൻ്റെ ഓപ്പോസിറ്റ്. ലിഫ്റ്റ് മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആരുണ്ടാവുക? ഫ്രിക്ഷൻ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന എത്രയാണ്? 4000 ന്യൂട്ടൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 4000 ന്യൂട്ടൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നോക്ക്, മിനിമം അപ്ലൈഡ് ഫോഴ്സിൻ്റെ വാല്യൂ എത്രയായിരിക്കണം? ഈ ലിഫ്റ്റ് മുകളിലേക്ക് പോകണമല്ലോ. അപ്പം മിനിമം ഈ അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയുന്നത് താഴേക്കുള്ള ടോട്ടൽ ഫോഴ്സ് അല്ലേ, ഇതിനെ താഴേക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോട്ടൽ ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആകെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 18,000 ന്യൂട്ടൺ പ്ലസ് 4,000 ന്യൂട്ടൺ എന്ന് വെച്ചാൽ 22,000 ന്യൂട്ടൺ ആണ് താഴേക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ മുകളിലേക്ക് അത്രയെങ്കിലും ഉണ്ടായാലല്ലേ മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് മിനിമൽ കണ്ടീഷനകത്ത് അപ്വാർഡ് ഫോഴ്സ്, മുകളിലേക്കുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് 22,000 ന്യൂട്ടൺ ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഫോഴ്സ് മുകളിലേക്ക് ഉണ്ടെങ്കിലേ ആ ലിഫ്റ്റിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ ചോദ്യം അതുമല്ല, ഡിറ്റർമൈൻ ദ പവർ ഡെലിവേർഡ് ബൈ മോട്ടോർ. ആ സമയത്ത് അവിടെ ഉള്ള അല്ലെങ്കിൽ ആ ലിഫ്റ്റിനെ മൂവ് ചെയ്യിക്കുന്ന മോട്ടോറിൻ്റെ പവർ എന്തായിരിക്കണം? അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാലോ. പവറിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ ഇക്വേഷൻ ഉണ്ട്, ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. ഇൻസ്റ്റൻറ്റേനിയസ് പവറിൻ്റെ ഇക്വേഷനാണ്. അതിൽ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എത്രയാണ്? 22,000 ന്യൂട്ടൺ ഇൻറ്റു വെലോസിറ്റി എന്നിട്ടുണ്ട്. എത്ര സ്പീഡിലാണ് ലിഫ്റ്റ് മൂവ് ചെയ്യുന്നത്? 2 മീറ്റർ പെർ സെക്കൻഡിലാണ്. അപ്പോൾ 22,000 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 44,000 വാട്ടായിരിക്കണം നമ്മുടെ ആ എലിവേറ്ററിൻ്റെ പവർ എന്ന് പറയുന്നത്. യെസ്, ക്ലിയർ ആണോ? നെക്സ്റ്റ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. A body of mass 5 kg initially at rest is subjected to horizontal force of 20 Newton. What is the kinetic energy acquired by the body at the end of 10 seconds? ഒരു ബോഡിയുടെ മാസ് 5 കിലോഗ്രാമാണ്. അത് ഇനീഷ്യലി റെസ്റ്റിലാണ്. അതിനെന്ത് ചെയ്യുന്നു? ഹൊറിസോണ്ടലി ഒരു 20 ന്യൂട്ടൺ ഫോഴ്സ് സപ്ലൈ ചെയ്യുന്നു. എന്താണ് അത് അക്വയർ ചെയ്യുന്ന കൈനറ്റിക് എനർജി ഇക്വേഷൻ അറ്റ് ദ എൻഡ് ഓഫ് 10 സെക്കൻഡ്? 10 സെക്കൻഡ് കഴിയുമ്പം എത്രയായിരിക്കും അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന കൈനറ്റിക് എനർജി എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? കൈനറ്റിക് എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? 12mv² ആണ് അല്ലേ. ഇതിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന കാര്യം എമ്മിൻ്റെ വാല്യൂ ഗിവൺ ആണ് 5 kg. പക്ഷേ വി എന്താണ്? തന്നിട്ടില്ല. വി എന്ന് പറയുന്ന അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് മാറി, നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കണം. പക്ഷേ വി കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് അവിടെ ഇല്ല. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ബാക്കി തന്നിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതുകയാണ്. ഫോഴ്സിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട്. എത്രയാണ് ഫോഴ്സ്? 20 ന്യൂട്ടണാന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര സമയം എന്നും തന്നിട്ടുണ്ട്. ടൈമിൻ്റെ വാല്യൂ 10 സെക്കൻഡ് ആണെന്നും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഫോഴ്സ് ഉണ്ട്, ടൈം ഉണ്ട്, അതുപോലെ തന്നെ മാസും ഉണ്ട്. എത്രയാണ്? 5 kg ആണെന്നുണ്ട്. അപ്പോൾ ഈ ഫോഴ്സും മാസും ഉണ്ടെങ്കിൽ, ഓക്കെ, ഈ ഫോഴ്സും അതുപോലെ തന്നെ മാസും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആദ്യം ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പോകണം. എന്താണ് ആക്സിലറേഷൻ ഇക്വേഷൻ? ആക്സിലറേഷൻ A = F/m അല്ലേ. അല്ലെങ്കിൽ F = ma, അപ്പോൾ A = F/m. F എത്രയാണ്? 20. F എന്ന് പറയുന്നത് 20. യെസ്, 20 ഡിവൈഡഡ് ബൈ m 5 ആണ്. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പോൾ എത്ര വരും? 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്ത്? അവിടുത്തെ ആക്സിലറേഷൻ. ഇനി നോക്ക്,
അപ്പോൾ ഒരു ഡാറ്റയും കൂടി കിട്ടി, ആ ഒരു ബോഡിയുടെ ആക്സിലറേഷനും കൂടി നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഡാറ്റ കൂടി അഡീഷണലായി. ഇപ്പോഴും നമുക്ക് വേണ്ടതായിട്ടില്ല, നമുക്ക് ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? വി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വി വീണ്ടും അപ്പം ഇപ്പോഴും വി എന്ത് തന്നെയാണ്? വി എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കാം. അവിടെ നിൽക്കട്ടെ, കുഴപ്പമില്ല. ഇനി നോക്ക്, നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കുകയാണ്. ആ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടി അനലൈസ് ചെയ്യുമ്പം അവിടെ പറഞ്ഞിട്ടുണ്ട് ഇനീഷ്യലി എന്താണ്? റെസ്റ്റിലാണ്. ഇനീഷ്യലി റെസ്റ്റിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു എലമെൻറ്റ്, ഒരു ഡാറ്റ കൂടി അഡീഷണൽ ആയിട്ട് പറയാം. എന്ത്? യു ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നോക്കി, എനിക്ക് വി ഉണ്ട്, യു അറിയാം, വി അറിയില്ല, എയും ടിയും അറിയാം. അപ്പോൾ ഇത് മൂന്നും കണക്ട് ചെയ്യുന്നത് ഞാൻ നോക്കണേ. ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന 3 കണക്ട് ചെയ്യുന്നത് ടി, എ, വി, യു വരെ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. എന്താ ഇക്വേഷൻ? വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി അല്ലേ? വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ അത് ഇവിടെ കണക്ട് ചെയ്യുന്നു. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. അപ്പോൾ വി ഈക്വൽ ടു യു എത്രയാ? 0 പ്ലസ് എയുടെ വാല്യൂ എത്രയാണെടാ? 4 അല്ലേ? 4 ഇൻറ്റു ടൈം 10. അപ്പോൾ വി ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 40 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യുന്നു? എൻ്റെ കൈനറ്റിക് എനർജീൻ്റെ ഇക്വേഷനിൽ വി അറിയാത്തതല്ലായിരുന്നോ പ്രശ്നം? അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? വിയുടെ വാല്യൂ ഇവിടെ കണ്ടുപിടിച്ചു. അപ്പോൾ എനിക്ക് അറിയാത്ത വിയുടെ വാല്യൂ ക്വസ്റ്റ്യൻ മാർക്ക് മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു 40 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ കൈനറ്റിക് എനർജി പറഞ്ഞോളൂ. കഴിഞ്ഞു. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ ഇൻറ്റു 5 ഇൻറ്റു 40 സ്ക്വയർ എന്ന് വെച്ചാൽ 40 സ്ക്വയർ 1600 ഇൻറ്റു 5/2 എന്ന് പറയുമ്പോൾ 4000 അല്ലേ? 4000 ജൂളാണ് എന്ത്? ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. എ മാൻ ഓഫ് മാസ് 60 kg ക്യാരീസ് എ സ്റ്റോൺ ഓഫ് മാസ് 20 kg to the top of multi-story building of height 50 meter. Calculate the total energy spent by him. അപ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് എനർജി അല്ലേ ചോദിച്ചത്? ഒരു ഹൈറ്റിലുള്ള എനർജി, ഹൈറ്റിലുള്ള എനർജി എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ എനർജിയാണ്. യു ഈസ് ഈക്വൽ ടു mgh. ഇവിടെ എം നോക്കി, എം എത്രയാ? അയാളുടെ മാസ് ഉണ്ട് 60 ഉണ്ട്, പ്ലസ് സ്റ്റോണിൻ്റെ മാസ് 20 ഉണ്ട്. അപ്പോൾ 80 kg ആണ് ഇവിടുത്തെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത്. ജിയുടെ വാല്യൂ നിങ്ങൾ 9.8 എടുക്കണമെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ദെൻ ജിയുടെ വാല്യൂ എടുത്തു. എച്ചിൻ്റെ വാല്യൂ എത്രയാണ്? 50 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഡയറക്റ്റ് mgh അങ്ങ് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഡയറക്റ്റ് കൊടുക്കുന്ന സമയത്ത് 80 ഇൻറ്റു യു ഈസ് ഈക്വൽ ടു 80 ഇൻറ്റു ജിയുടെ വാല്യൂ 9.8 എടുക്കണം ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 39,200 ജൂൾ എന്ന് വരും. യെസ്. ഇപ്പോൾ 10 എടുത്ത് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അവിടെ ക്വസ്റ്റ്യനിൽ 9.8 എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ 9.8 എടുത്തിട്ടുള്ളത്. 10 ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ബോഡി ഓഫ് മാസ് 5 kg ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്പ് വിത്ത് കൈനറ്റിക് എനർജി 500 ജൂൾ. ഓക്കെ, ഒരു കല്ലുണ്ട്, ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു? 5 കിലോഗ്രാം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് മുകളിലേക്ക് എറിയുന്നു. അങ്ങനെ മുകളിലേക്ക് എറിയുന്ന സമയത്ത് അവിടുത്തെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണ്? 500 ജൂളാണ്. അത് ടോപ്പ് പോയിന്റിലെത്തുന്നു. ടോപ്പ് പോയിന്റിലെത്തുമ്പോൾ സ്റ്റോപ്പ് ആവും. ഫൈനൽ വെലോസിറ്റി 0 ആണ്. ആ സമയത്ത് അതിൻ്റെ കൈനറ്റിക് എനർജി എന്താണ്? 0 ആണ്. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ ഉണ്ടായാൽ മതി. ഫൈൻഡ് ദ ഹൈറ്റ് അറ്റ് വിച്ച് കൈനറ്റിക് എനർജി ഓഫ് ബോഡി ബിക്കം ഹാഫ്. ഏത് ഹൈറ്റിലാണ് കൈനറ്റിക് എനർജി പകുതിയാവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നോക്കി, ഇവിടെ കൈനറ്റിക് എനർജി ശരിക്കും എന്തായിട്ടാണ് മാറുക? കൺവേർട്ടഡ് ഇൻറ്റു പൊട്ടൻഷ്യൽ എനർജി അല്ലേ? ഹൈറ്റിൽ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? ഹൈറ്റിൽ പൊട്ടൻഷ്യൽ എനർജി 500 ജൂളായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മിഡിൽ പോയിൻറ്റ് അല്ലേ, ഇതിൻ്റെ പകുതി ദൂരത്തിലായിരിക്കും എന്തുണ്ടാവുക? കൈനറ്റിക് എനർജി പകുതി ആവണമെന്നല്ലേ പറഞ്ഞത്? ബിക്കം ഹാഫ്. അപ്പോൾ കൈനറ്റിക് എനർജി എന്താവണം? 250 ജൂളായിട്ട് മാറണം. അപ്പോൾ കൈനറ്റിക് എനർജി 250 ജൂളായിട്ട് മാറണം. അപ്പോൾ ആ സമയത്ത് പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? 250 ജൂൾ തന്നെയായിരിക്കും. നമ്മളോട് ഹൈറ്റ് അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? എന്താ പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഇക്വേഷൻ? mgh. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടേക്കുള്ള ഹൈറ്റ്, ഈ പകുതിയിലേക്കുള്ള ഹൈറ്റ് കേട്ടോ, ഇവിടുന്ന് താഴെ നിന്ന് പകുതി വരെയുള്ള ഈ ഒരു ഹൈറ്റിന് ഞാൻ h എന്ന് വിളിക്കുന്നു. ജിയുടെ വാല്യൂ നിങ്ങൾ പ്രത്യേകിച്ചൊന്നും പറയാത്തതുകൊണ്ട് 10 എടുത്തോ. അപ്പം പൊട്ടൻഷ്യൽ എനർജി എത്രയാണ് ഹൈറ്റിൽ? ആ ഹൈറ്റിൽ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? 250 ജൂൾ അല്ലേ? യെസ്, 250 ജൂളാണ് അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് കൊടുക്കുന്ന സമയത്ത് യു ഈസ് ഈക്വൽ ടു 250 ഈസ് ഈക്വൽ ടു
എം എത്രയാണ് 5 ഇൻറ്റു 10 ഇൻറ്റു എച്ച് ഈസ് ഈക്വൽ ടു 250 ഡിവൈഡഡ് ബൈ 50. അപ്പോൾ 5 മീറ്റർ അല്ലേ ഇവരാ 5 മീറ്റർ 5 മീറ്റർ ഹൈറ്റിലാണ് എന്ത് ചെയ്യുന്നത് കൈനറ്റിക് എനർജി പകുതിയായിട്ട് മാറുന്നത്. ഇപ്പോൾ കൈനറ്റിക് എനർജി ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് കൈനറ്റിക് എനർജി പകുതിയാകുമ്പം ആ ബാക്കി നഷ്ടപ്പെട്ട പകുതി എന്തായിട്ട് പോയിട്ടുണ്ട് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നഷ്ടപ്പെട്ട ഭാഗം നമ്മൾ എടുത്തിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്തു ഹൈറ്റിനെ കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് അടുത്ത ചോദ്യം, ഫൈൻഡ് വെദർ ദ ഗിവൺ വെക്റ്റർ 2i + 3j + 4k ആൻഡ് 4i + 6j + 8k ആർ പാരലൽ ഓർ നോട്ട്. രണ്ട് വെക്റ്റേഴ്സ് തന്നിട്ടുണ്ട്, ഇവർ പാരലൽ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. ഇത് ചെക്ക് ചെയ്യണം. അപ്പം നോക്കി രണ്ട് വെക്റ്റേഴ്സ് പാരലൽ ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി എന്നറിയോ, അവരുടെ ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ മതി. ക്രോസ് പ്രോഡക്റ്റ് എടുക്കാം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, രണ്ട് വെക്റ്റേഴ്സ് എ എന്ന് പറഞ്ഞ വെക്റ്റർ ഉണ്ട്. എ ഏതാണ് വെക്റ്റർ എ ഈസ് ഈക്വൽ ടു 2i + 3j + 4k. വെക്റ്റർ ബി ഈസ് ഈക്വൽ ടു 4i + 6j + 8k. എ ക്രോസ് ബി എടുക്കുന്നു. എ ക്രോസ് ബി എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ഡിറ്റർമിനൻ്റ് ആക്കുക. ഇതിനെ ഡിറ്റർമിനൻ്റ് ആയിട്ട് വരയ്ക്കാം. ഡിറ്റർമിനകത്ത് i j k. അപ്പോൾ ആദ്യം എ ക്രോസ് ബി അല്ല, അപ്പം ആദ്യം എയുടെ എലമെൻസിനെ തന്നെ എഴുതണേ. എയുടെ എലമെൻസിനെ തന്നെ നമ്മൾ ആദ്യം എഴുതും. എയുടെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? എയുടെ എലമെൻറ്റ്സ് 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. അതേപോലെ ബീൻ്റെ എലമെൻറ്റ്സ് 4, 6, 8. അപ്പോൾ ആ ഓർഡറിൽ അങ്ങനെ അങ്ങ് എഴുതിയാൽ മതി. ഇതേ ഓർഡറിൽ എടുത്ത് എഴുതാം. 2 ഏതൊക്കെയാണ്? യെസ് 2, 3, 4. ഇവിടെയോ 4, 6, 8. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആദ്യം ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്ന മെത്തേഡ് അറിയാലോ. യെസ്, അറിയാത്ത ആൾക്കാർ ഇതിൻ്റെ കൂടെ പഠിച്ചോളാം. ആദ്യം ഈ ഐനെ എടുക്കുക. ഈ ഐനെ എടുക്കുന്നു. ഐ വരുന്ന റോയും കോളവും ക്രോസ് ചെയ്യുന്നു. ബാക്കിയുള്ളതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. 3 × 8 എത്രയാണ്? അപ്പോൾ ആദ്യം എന്ത് എഴുതണം? 3 × 8 മൈനസ് ഇതാണ് എന്ത് ചെയ്യണം, നേരത്തെ പറഞ്ഞ പോലെ ഐ വരുന്ന റോയും കോളും ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് രണ്ടിനും ക്രോസ് ചെയ്യുക. എത്രയാണ്? 4 × 6 അല്ലേ, 4 × 6. ഓക്കെ, അപ്പോൾ ആദ്യം കഴിഞ്ഞു. ഇവിടെ ഐക്ക് നമ്മൾ പ്ലസ് അല്ലേ ഇട്ടത്. ഇനി അടുത്ത ആര് ജെ വരുന്ന റോയും കോളും ക്ലോസ് ചെയ്യുക. നേരത്തെ എന്താ ചെയ്തത്? ഐ വരുന്ന റോയും കോളും ക്ലോസ് ചെയ്തു. അതേമാതിരി ഇനി എന്ത് ചെയ്യണം? ജെ വരുന്ന റോയും കോളും ക്ലോസ് ചെയ്തു. അപ്പോൾ നോക്ക്, 2 × 8 ഇതിനെ ക്രോസ് ചെയ്യണേ. അപ്പോൾ 2 × 8 4 × 4. യെസ്, അതാണ് അടുത്ത ചെയ്യേണ്ടത്. അപ്പോൾ അടുത്തത് ജെ ആണ് എഴുതേണ്ടത്. ഇവിടെ ഐ പ്ലസ് ഐ എന്ന് എഴുതി, അടുത്ത ജെ ആണ് എഴുതേണ്ടത്. ഈ ജെ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? മുമ്പിൽ മൈനസ് ഇടണം. ഇനി നോക്ക്, ജെനെ വെച്ചിട്ട് ജെ വരുന്ന റോയും കോളും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 2 × 8 അല്ലേ. ആദ്യം 2 × 8 2 × 8 മൈനസ് പിന്നെന്താ വരിക? ഇവിടെ ഒരു 4 ഉണ്ട്, 4 × 4 അല്ലേ. ജെ ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 4 × 4 അടുത്തത് 2 × 8 അടുത്തത് 4 × 4. അടുത്തത് നോക്ക്, ഇനി എന്താ ചെയ്യേണ്ടത്? അടുത്തത് കെ അല്ലേ ആൾ. അപ്പോൾ കെ വരുന്ന റോയും കോളും ക്ലോസ് ചെയ്യുന്നു, ഇതുപോലെ ക്രോസ് ചെയ്യുന്നു. അപ്പം അടുത്തത് ഇവിടെ പ്ലസ് ഇട്ടു. ആദ്യം ഞാനിവിടെ പ്ലസ് ഇട്ടു ഐക്ക്, പിന്നെ ജെക്ക് മൈനസ് ആട്ടത്. അടുത്ത് എന്ത് ചെയ്യണം? പ്ലസ് ഇടണം. അപ്പോൾ ആൾട്ടർനേറ്റ് ആയിട്ട് പ്ലസ് മൈനസ് ആലോചിച്ചാൽ മതി. പ്ലസ് കെ ഇൻറ്റു 2 × 6 മൈനസ് 3 × 4. 2 × 6 അല്ലേ, 2 × 6 മൈനസ് 3 × 4 മൈനസ് 3 × 4. യെസ്, അപ്പോൾ ചെയ്യുമ്പോൾ നോക്കിയേ, ഐ ഇൻറ്റു 3 × 8 24 മൈനസ് 24 എന്ന് പറയുമ്പോൾ 0 മൈനസ് ജെ ഇൻറ്റു 2 × 8 എത്രയാണ്? 16 മൈനസ് 4 × 4 16 എന്ന് പറയുമ്പോൾ 0 പ്ലസ് കെ ഇൻറ്റു 12 മൈനസ് 12 എന്ന് പറയുമ്പോൾ 0. അപ്പോൾ ടോട്ടൽ എന്താ? എല്ലാം 0 അല്ലേ. അപ്പോൾ 0i പ്ലസ് 0j പ്ലസ് 0k. ആൻസർ എന്താ? 0 ആണ് കിട്ടുന്നത്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് വെക്റ്ററിനെ നിങ്ങൾ ക്രോസ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടുന്നു? 0 കിട്ടുന്നു. ദാറ്റ് മീൻസ് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ അവർ രണ്ടുപേരും എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. യെസ്, എ ക്രോസ് ബി 0 ആണെങ്കിൽ അവർ രണ്ടുപേരും എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. അപ്പോൾ അതങ്ങ് എഴുതി വെച്ചാൽ മതി. അപ്പോൾ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക, 0 ആണെങ്കിൽ പാരലൽ, അല്ലെങ്കിൽ എന്താണ്? വേറെ എന്തോ ആയിരിക്കും. അല്ലെങ്കിൽ എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ വേറെ എന്തോ ആയിരിക്കും. അപ്പോൾ എന്തായാലും പാരലൽ ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിന് ഒരു എളുപ്പപ്പണി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ ആൻസർ പറയുന്ന രീതിയിൽ ഒരു എളുപ്പപ്പണി പറഞ്ഞുതരാം. നോക്കി, ഈ 2ൻ്റെ ഡബിൾ അല്ലേ 4, 3ൻ്റെ ഡബിൾ അല്ലേ 6, 4ൻ്റെ ഡബിൾ അല്ലേ 8. അപ്പോൾ നോക്ക്, ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ നമ്പർ കൊണ്ട് എല്ലാ നമ്പേഴ്സിലും ഇതുപോലൊരു ഒരേപോലെ × 2. ഇവിടെ എല്ലാം × 2 അല്ലേ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ എല്ലാത്തിലും ഒരേപോലെയാണ്
ചേഞ്ച് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ ഫാക്ടേഴ്സായിട്ട് മാറുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം, അവർ പാരലലായിരിക്കും. അങ്ങനെ വെച്ചാൽ അടുത്ത പാരലൽ വെക്ടറും കൂടി ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ക്ലിയർ ആയിട്ട് മാറിക്കിട്ടും. അടുത്ത നോക്കി 6i പ്ലസ് 9j പ്ലസ് 12k കണ്ടോ, വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, 2h ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ഓർഡറിലല്ലേ ഇത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് പറയാം, ഇതിനെ ഇപ്പോൾ 2നെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, യെസ് നോക്കി ഇവിടെ 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 കിട്ടും, ഇൻറ്റു 3. 3നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇൻറ്റു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 9 കിട്ടും. 4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12 കിട്ടും. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടെന്നുള്ളത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. യെസ്, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദ ടോർക്ക് ഓഫ് എ ഫോഴ്സ് 7i പ്ലസ് 3j പ്ലസ് 5k. എഫിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 7i പ്ലസ് 3j മൈനസ് 5k. 3j മൈനസ് 5k. 3j minus 5k. About the origin, the force acting on a particle whose position vector r, position vector തന്നിട്ടുണ്ട് i മൈനസ് j പ്ലസ് k. നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താ, ടോർക്കാണ് കണ്ടുപിടിക്കുക. ടോ ഈസ് ഈക്വൽ ടു എന്താണ്, ആർ ക്രോസ് എഫ് ആണ് അല്ലേ, വെക്ടർ ആർ ക്രോസ് എഫ്. അപ്പോൾ ടോ ഈക്വൽ ടു നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്നു i j k. ഐയുടെ എന്താ വരുന്നത്, ആദ്യം ആർ ക്രോസ് എഫ് അല്ലേ. ആർ ക്രോസ് എഫ് ആകുമ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം ആറിൻ്റെ എലമെൻറ്റ്സ് എടുത്തത് i j k. ഇതിന് മൂന്നിന് മുമ്പിൽ എന്തുണ്ടാവും, നമ്മളൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ അർത്ഥം എന്താ, 1 ഉണ്ടെന്ന് അർത്ഥം കേട്ടോ. ഒന്നും നമ്മൾ ഇട്ടിട്ടില്ലെങ്കിൽ അതിനർത്ഥം മുമ്പിൽ എന്തുണ്ട്, 1 ഉണ്ടെന്നാണ്. അപ്പോൾ ഇതുപോലെ 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 മൈനസ് 1, ജെൻ്റെ മുമ്പിൽ -1 അല്ല, -1, കെയുടെ മുമ്പിൽ 1. ദെൻ എഫിൻ്റെ എന്താണ്, എഫിൽ വരുന്ന എലമെൻറ്റ്സ് 7, 3, -5. ഓക്കെ, ജസ്റ്റ് ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്നു, കഴിഞ്ഞു. ക്രോസ് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ടോ ഈസ് ഈക്വൽ ടു ആദ്യം ഐ ക്യാപ്പിന് വെച്ചു, ക്രോസ് ചെയ്യുന്നു. -1 × -5 എന്ന് 5 -3 -j അല്ലേ, -j ആൾട്ടർനേറ്റഡ് മൈനസ് ഇട്ടു, -j. 1 × -5 എന്ന് പറയുമ്പോൾ -5 -7 പ്ലസ് k ഇൻറ്റു 3 -7. യെസ്, ചെയ്ത് നോക്കണേ അത്. ഓക്കെ, അപ്പോൾ ടോർക്ക് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, ടോർക്ക് ഈസ് ഈക്വൽ ടു 5 - 3 എന്ന് പറയുമ്പോൾ 2 അല്ലേ, 2i എന്ന് വന്നു. ഇനി ഇവിടെ -j ഉണ്ട്, -5 -7 എന്ന് പറയുമ്പോൾ -12 അല്ലേ, -12 പ്ലസ് k ഇൻറ്റു 3 -7 എന്ന് പറയുമ്പം 3 - -7 എന്ന് പറയുമ്പം 10. ഓക്കെ, അപ്പോൾ ടോ ഈക്വൽ ടു 2i മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും, പ്ലസ് 12j പ്ലസ് 10k എന്ന് കിട്ടി. അങ്ങനെ വെച്ചാൽ നമുക്ക് ഇത്രയും എന്ത് ന്യൂട്ടൺ മീറ്റർ ആണ്. ഇത് വെക്ടറിൻ്റെ ഫോമിൽ നമ്മൾ കാണിക്കുന്നത്, ഐ ക്യാപ്പ് ജെ ക്യാപ്പ് കെ ക്യാപ്പ് കണ്ടാവും കേട്ടോ. ഇനി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണുകയാണെങ്കിലോ √2² പ്ലസ് 12² പ്ലസ് 10². ഓക്കെ, മാഗ്നിറ്റ്യൂഡ് കൂടി കണ്ടു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് കാണുന്ന സമയത്ത് ശ്രദ്ധിക്കുക. അപ്പോൾ ടോ ഈക്വൽ ടു √2² എന്ന് പറയുമ്പോൾ 4 പ്ലസ് 144 പ്ലസ് 10² എന്ന് പറയുമ്പോൾ 100 അല്ലേ, ഇസ് ഈക്വൽ ടു √4 പ്ലസ് 144 148, 100ഉം 248, √248 ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. A cord of negligible mass is wound around the rim of a flywheel mounted on a horizontal axle as shown in figure. Calculate the angular acceleration of wheel if steady pull of 25 Newton is applied on the cord. Moment of inertia of flywheel is about the axis is equal to mr²/2. ഓക്കെ, അപ്പോൾ നോക്കി ഇതിനകത്ത് ഒരു ഫ്ലൈ വീലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്ലൈ വീൽ നമുക്ക് ശരിക്കും അറിയാം ഡിസ്ക്കാണ്. ഫ്ലൈ വീലിന് കേൾക്കുമ്പം ഡിസ്ക്കാണെന്ന് ഓർമ്മ വരണേ. അപ്പോൾ ഡിസ്കിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ mr²/2 ആണെന്ന് തന്നിട്ടുണ്ട്, സിമ്പിൾ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യം i = mr²/2 എന്ന് എഴുതി വെച്ചു. എൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യയുടെ ഇക്വേഷൻ എഴുതി വെച്ചു. ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണ്, കാൽക്കുലേറ്റ് ആംഗുലാർ ആക്സിലറേഷൻ. ഇതുപോലെയാണ് ചിത്രമുള്ളത്. നമ്മൾ ഡയഗ്രാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ഒരു ഡിസ്ക് ഉണ്ട്, ഒരു ഫ്ലൈ വീലുണ്ട്. ആ ഫ്ലൈ വീൽ എന്ത് ചെയ്തു, ഒരു കോഡ് വെച്ചിട്ട്, ഒരു കയർ വെച്ചിട്ട് വലിക്കുകയാണ്. ആ വലിക്കുന്ന ഫോഴ്സാണ് എന്ത് 25 ന്യൂട്ടൺ എന്ന് പറയുന്നത്. ആ കോഡിൻ്റെ മാസ് അല്ലെങ്കിൽ ആ ഡിസ്കിൻ്റെ മാസ് 20 kg ആണ്. അതിൻ്റെ റേഡിയസ് 20 cm ആണ്. ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിലുള്ളത്. അപ്പോൾ നോക്കി, നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ആംഗുലാർ ആക്സിലറേഷൻ ആൽഫയാണ്. ആൽഫ
ആൽഫ കണ്ടുപിടിക്കണം. ആൽഫ ഈക്വൽ ടു വാട്ട്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ റൊട്ടേഷൻ മോഷനിൽ നമ്മൾ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, ടോ ഈക്വൽ ടു ഐ ആൽഫ. അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു എന്താ? ടോ ബൈ ഐ. അപ്പോൾ ഞാൻ ആൽഫയുടെ ഇക്വേഷൻ എഴുതി. എന്ത്? ആൽഫയുടെ ഇക്വേഷൻ ഇവിടെ ടോ ബൈ ഐ എന്ന് എഴുതി വെച്ചു. ആൽഫ ഈസ് ഈക്വൽ ടു ടോ ഡിവൈഡഡ് ബൈ ഐ. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് ആദ്യം ഐ കണ്ടുപിടിക്കാം അല്ലേ? ഇതിനകത്ത് നിന്ന് ഐ കണ്ടുപിടിക്കാം. ഐൻ്റെ വാല്യൂ എത്ര വരിക? എം എന്ന് പറയുന്നത് 20 ആണ്. ആറിൻ്റെ വാല്യൂ 20 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 0.2. അപ്പോൾ 0.2ൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ എം ആർ സ്ക്വയർ ബൈ 2 അല്ലേ? ബൈ 2. അപ്പോൾ 20 × 0.2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്ന് വന്നു. അപ്പോൾ എത്ര വന്നു? ഐയുടെ വാല്യൂ വരുന്നത് 0.4 അല്ലേ? ഐയുടെ വാല്യൂ 0.4. യെസ്, 0.4 എന്ന് വന്നു. 0.4 എന്ത്? കിലോഗ്രാം. 0.4 കിലോഗ്രാം മീറ്റർ സ്ക്വയർ. 0.4 കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണ് ഐൻ്റെ വാല്യൂ. ഇനി എന്ത് ചെയ്യണം? ടോർക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ടോർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താ? ആർ എഫ് സൈൻ തീറ്റ അല്ലേ? ആർ ക്രോസ് എഫ് അല്ലെങ്കിൽ ആർ എഫ് സൈൻ തീറ്റ. ഇവിടെ നോക്കി, ഇവർ നമ്മൾ ആംഗിൾ 90 അല്ലേ? അപ്പോൾ ആർ എഫ് മതി. ടോ ഈക്വൽ ടു ആർ എഫ് സൈൻ 90 എന്ന് വെച്ചാൽ ആർ എഫ്. ടോ ഈക്വൽ ടു ആർ എഫ്. ആറിൻ്റെ വാല്യൂ എത്രയാണ്? 0.2 ആണ്. ഇൻറ്റു അല്ലേ? 0.2 സെൻറ്റിമീറ്റർ. 20 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 0.2 മീറ്റർ. 0.2 ഇൻറ്റു ഫോഴ്സിൻ്റെ വാല്യൂ 25 എന്ന് വെച്ചാൽ 25 × 0.2 എന്ന് പറയുമ്പം 5 ന്യൂട്ടൺ. 5 ടോർക്കല്ലേ? 5 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് കിട്ടി. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടോർക്കിൻ്റെ വാല്യൂ 5 ഡിവൈഡഡ് ബൈ ഐൻ്റെ വാല്യൂ 0.4. അപ്പോൾ 5/0.4 എന്ന് പറയുമ്പം 12.5 അല്ലേ? 12.5. യെസ്. എന്താ ചോദിച്ചിട്ടുള്ളത്? നമ്മുടെ ആംഗുലർ ആക്സിലറേഷൻ അല്ലേ? ആംഗുലർ ആക്സിലറേഷൻ യൂണിറ്റ് മീറ്റർ അല്ല, റാഡ് പെർ സെക്കൻഡ് സ്ക്വയർ. റാഡ് പെർ സെക്കൻഡ് സ്ക്വയർ. 12.5 റാഡ് പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. തൽക്കാലം ഈ വീഡിയോയിൽ നമ്മൾ ഈ ഇത്രയും പ്രോബ്ലം കൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പ്രോബ്ലം നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. ഇപ്പോൾ പഠിക്കാൻ നിൽക്കണ്ട. പിന്നീട് നിങ്ങൾ വീണ്ടും എപ്പോഴെങ്കിലും വീഡിയോ കണ്ടിട്ട് പഠിച്ചാൽ മതി.